ഇന്ന് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിവസമാണ്, സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. കാരണം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ട നാലെണ്ണ മുതലല്ല, പ്രിയമോസ്, ഹെൻറി, ക്ലാസിക്, ജോർജ്, നമ്മുടെ മിത്രമായ, നമ്മുടെ മകനായ, സഹോദരനായ, സുഹൃത്തായ ഇവർ 4 പേരും ഇന്ന് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം നമ്മുടെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുക? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഇവരുടെ കൂടെ നിൽക്കുക, ഇവരെ സഹായിക്കുക, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവർക്ക് ആശംസകൾ അർപ്പിക്കുക. എന്തൊക്കെ ആയാലും പ്രിയമോസ്, ഹെൻറി, ക്ലാസിക്, ജോർജ്, നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ വലിയ തീരുമാനത്തിന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് അപ്പോസ്തലനായ വിശുദ്ധ മത്തിയാസിന്റെ തീരുമാനമാണ്. വിശുദ്ധ മത്തിയാസിന്റെ മധ്യസ്ഥത നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് പ്രധാനമായും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 4 പേരുകളുമാണ്. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടാവുന്നോ അല്ലെങ്കിൽ ഉറങ്ങിക്കോളൂ എന്നല്ല. ഇവരാണ് ഇന്നത്തെ 4 താരങ്ങൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട 4 താരങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുന്നു. അപ്പൊ ഇവരോട് കുറച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഏകദേശം 10, 12, 13 വർഷത്തോളം നിങ്ങൾ 4 പേരും സെമിനാരിയിൽ പഠിച്ചു. അതിനുശേഷം നിങ്ങൾ 4 പേരും ഇതാ ഇപ്പോൾ ഇവിടെ ഈ മെയ് 14-ാം തീയതി 2015 ഇവിടെ ഇരിക്കുന്നു. ഇത്രയും വർഷക്കാലം നിങ്ങൾ സെമിനാരിയിൽ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ 4 പേരോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സന്യാസം? അല്ലെങ്കിൽ ആരാണ് സന്യാസം? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം ഉണ്ടായിരിക്കാം. എങ്കിലും ഇങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് അത് വാക്കുകളിലൂടെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലോകത്തെ പരിചരിച്ച്, വീട് നാട് ഉപേക്ഷിച്ച്, വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഈ 3 വൃതങ്ങളും സ്വീകരിച്ച് സർവസംഘ പരിത്യാഗികളായി ജീവിക്കുന്നത് സന്യാസം. നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഉത്തരവൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. സമയം കാർമികമായി സംസാരിച്ചാൽ ഇതാണ് സന്യാസം, സഭാപരമായി സംസാരിച്ചാലും ഇത് തന്നെയാണ് സന്യാസം, വിശ്വകത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാലും ഇത് തന്നെയാണ് സന്യാസം, ദൈവശാസ്ത്രപരമായി സംസാരിച്ചാലും ഇത് തന്നെയാണ് സന്യാസം. അതെ, ഇത് തന്നെയാണ് സന്യാസം. ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ നിന്ന്, പ്രസംഗപീഠത്തിൽ നിന്ന് സന്യാസം എന്താണ്, സന്യാസി ആരാണ് എന്നൊക്കെ സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനും വളരെ രസമാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വളരെ സുഖമാണ്. പക്ഷേ ഈ ഒരു സന്യാസം, ഈ സന്യാസിയുടെ ജീവിതം ജീവിച്ചു കിടക്കുമ്പോൾ അറിയാം, അത് ഈ പറയുന്ന സുഖവും രസവും ഒന്നുമല്ല, മറ്റെന്തുമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ ഇതൊന്നുമല്ല സന്യാസം എന്ന് നമുക്ക് പറഞ്ഞു പോലെ തെറ്റുകയാണ്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഈ 3 വൃതങ്ങളാണ് ഇപ്പോൾ അടിസ്ഥാനയിൽ സ്വീകരിക്കാൻ വാഗ്ദാനം ചെയ്യാൻ പോകുന്നത്, അഭിനന്ദിക്കുന്നത്. പക്ഷേ എന്താണ് ദാരിദ്ര്യം, എന്താണ് ബ്രഹ്മചര്യം, എന്താണ് അനുസരണം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ഞാനും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന വൈദികരും ക്രിസ്ത്യൻസും ഒക്കെ ഇത് പഠിച്ചിട്ടുണ്ട്, അറിയാം. എങ്കിലും വൈദികരും ക്രിസ്ത്യൻസും ഒഴികെ ബാക്കി കൂടെ ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അവരെ ബഹുമാനിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞുകൊടുക്കും. എന്താണ് ദാരിദ്ര്യം? എന്റെ ജീവിതത്തിൽ എനിക്ക് ചില കുറവുകളുണ്ട്. ആ കുറവുകൾ കേട്ടാൽ എനിക്ക് സ്വയം കഴിയില്ല. എന്റെ ജീവിതത്തിലെ ഈ കുറവുകൾ, സ്വയം നികത്താൻ കുറവുകൾ ദൈവം നികത്തും എന്ന ഒരു വിശ്വാസം, അതാണ് ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാനം. എന്താണ് അനുസരണം? എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുകൊണ്ട് ബുദ്ധിയുണ്ട്. എന്നിട്ടും മറ്റൊരാളുടെ തീരുമാനങ്ങളുണ്ട് ഞാൻ സ്വയം താഴ്ന്നു കൊടുക്കാൻ സന്നദ്ധനാണ്, മനസ്സാകുന്നത്. അതാണ് അനുസരണം. അങ്ങനെ എന്താണ് ബ്രഹ്മചര്യം? എനിക്ക്
ഒരു ജീവിത പങ്കാളിക്കോ ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടി കൊടുക്കാതെ എന്റെ കാര്യം ഞാൻ ലോകം മുഴുവൻ കൊടുക്കുന്നു. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ലോകമെങ്ങുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് എന്റെ ഹൃദയം. ഇതാണ് ബ്രഹ്മചര്യത്തിന്റെ അടിസ്ഥാനം. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ഇതിപ്പോൾ ഇങ്ങനെ 4 കസേരയിലിട്ട് പുതിയ ഉടുപ്പല്ലേ പുതിയ ഉടുപ്പൊക്കെയിട്ട് ഒരു നല്ല നല്ല ചരടൊക്കെ കെട്ടി ഈ 4 പേരെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ 4 പേരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന്റെ താരം. പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ ആൾക്കാരെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായി സെമിനാരിയിൽ ചേർന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ദിവസമല്ല, ആ ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് നിങ്ങൾ സെമിനാരിയിൽ ചേർന്നത്? 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് സെമിനാരിൽ ചേർന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ച് നിരാശകളും പരാജയങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെമിനാരിൽ ചേർന്നു. വീട്ടിൽ കുറച്ച് കഷ്ടപ്പാട് പട്ടിണിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെമിനാരിൽ ചേർന്നു. വിശുദ്ധരായി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെമിനാരിൽ ചേർന്നു. ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ അനുകരിച്ച് സഹോദരങ്ങൾക്ക് സേവനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെമിനാരിൽ ചേർന്നു. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കാരണങ്ങൾ എന്തുമാകട്ടെ. കാരണങ്ങൾ ശരിയോ തെറ്റോ എന്നൊന്നും ആളെ കുറിച്ച് നോക്കാൻ നമുക്ക് പറ്റില്ല. കാരണങ്ങൾ ശരിയുമല്ല തെറ്റുമല്ല, അത് സത്യമാണ്. ഈ കാരണങ്ങളെ നമുക്ക് വിലയിരുത്താനും പറ്റില്ല. പക്ഷെ അത് ദൈവത്തിന്റെ വിളിയാണ്. അങ്ങനെ ആ ദൈവത്തിന്റെ വിളി സ്വീകരിച്ച നിങ്ങൾ ഈ സെമിനാരിയിൽ ചേർന്ന് നിങ്ങൾ യാത്ര ആരംഭിച്ചു. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. 45, 55, 60, 70 പേരൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അവരുമായി നിങ്ങൾ യാത്ര തുടങ്ങി. യാത്ര ചെയ്ത് വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ ഒഴിഞ്ഞുപോയി, ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ പിരിഞ്ഞുപോയി, ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ സ്വയം പോയി, ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ പറഞ്ഞുപോയി. എന്നിട്ടും ഈ യാത്രയുടെ അവസാനം നിങ്ങൾ 4 പേരും ഇവിടെ ഇരിക്കുന്നു. വിശ്വസിക്കുക, ഇത് ദൈവത്തിന്റെ വിളിതന്നെയാണ്. പ്രവാചകൻ പോലെ അമ്മയുടെ ഉദരത്തിന്റെ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങളുടെ പേര് വിളിച്ചു, നിന്റെ പേര് എന്റെ ഉള്ളകയിൽ ഞാൻ രേഖപ്പെടുത്തി. വിശ്വസിച്ചുകൊള്ളുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കുര്യാക്കോസ്, നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. എങ്കിൽ നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, പ്ലാസ്റ്റിക് നിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതി, ജോർജോ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വിശ്വസിക്കുക, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ഇത് ദൈവത്തിന്റെ വിളിയാണ്. അങ്ങനെ ഈ വിളിയിൽ സ്വീകരിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ ആൾക്കാരിലേക്ക് കടന്നുവരും. എന്നിട്ട് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം ഈ 3 വൃത്തങ്ങളും പാലിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യും. 1 2 ദിവസത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ. ആരാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? കർത്താവിനോട് വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ സമൂഹത്തോട് വാഗ്ദാനം ചെയ്യുന്നു. ആരാണ് ഈ സമൂഹം? ഈ പ്രൊഫഷണലിനെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന വൈദികരെ നിങ്ങൾക്കറിയാം, ഈ ക്രിസ്തുവിനെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ, ഇവരെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പച്ചച്ചേരൻ, നിങ്ങളെ അനുകൂലിക്കുന്ന ഒരു സദസ്സ്. ഈ അനുകൂലിക്കുന്ന സദസ്സിൽ വെച്ച് നിങ്ങൾ പറയും, ഞങ്ങൾ ഈ ബന്ധങ്ങൾ വാഗ്ദാനം ചെയ്തു. പക്ഷെ ഒന്നും ഓർക്കുക, ഇതല്ല ലോകം. ഈ കാണുന്ന അനുകൂലിക്കുന്ന സദസ്സല്ല ലോകം. ഇതിനപ്പുറത്തേക്ക് വേറൊരു ലോകമുണ്ട്. നിങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു ലോകം, ക്രൈസ്തവരല്ലാത്ത ലോകം, ഹൈന്ദവ മുസ്ലിങ്ങൾ അടങ്ങുന്ന ലോകം, ദൈവത്തിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളുടെ ലോകം, നിങ്ങൾ എടുക്കുന്ന ഈ വൃത്തങ്ങളുടെ അർത്ഥവും പ്രസക്തിയും മനസ്സിലാക്കാത്ത ഒരു ലോകം, നിങ്ങൾ എടുക്കുന്ന വൃത്തങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു ലോകം പുറത്തുണ്ട്. ഓർത്തുകൊള്ളുക, ആ ലോകത്തിനുള്ളിൽ നിന്ന് ഇതുപോലെ വൃത്തങ്ങൾ വാഗ്ദാനം ചെയ്യാനുള്ള ഗട്സുണ്ടോ, ധൈര്യമുണ്ടോ? ഒരു ചോദ്യമാണ്. ഉത്തരവാദികളിൽ ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊള്ളുക. ജീവിതത്തിലൂടെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഇന്നിപ്പോൾ നിങ്ങളിങ്ങനെ 4 പേരെയും വളരെ മാന്യമായി വിശുദ്ധരെ കടന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതല്ല നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റൊരു മനുഷ്യനുണ്ട്, പച്ചയായ മനുഷ്യൻ. നിങ്ങൾക്കും ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞങ്ങളാരും അറിയാത്ത, രക്തരക്ഷന്മാരാരും കാണാത്ത ഒരു മുഖം നിങ്ങൾക്കുണ്ട്. ആ മുഖം, ആ പച്ചയായ മനുഷ്യനെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം ആ മനുഷ്യൻ
ഇവിടെ മൃഗങ്ങളെ ഏറ്റെടുക്കുക എളുപ്പമാണ്. പക്ഷെ ആ മനുഷ്യന് മൃഗങ്ങൾ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇവിടെ മൃഗങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം മാറി അറിയാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾ മൃഗങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ത്രില്ല്, ആ ഒരു പുതുമ, ആ ഒരു ഉണർവ് അത് നാളത്തേക്കുണ്ടാകും, മറ്റന്നാളത്തേക്കുണ്ടാകും, ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ജീവിതം പഴയതല്ല, ജീവിക്കാനുള്ള നിങ്ങൾ പഴയതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വന്ന് നിങ്ങൾ മൃഗങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവകൃപയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ആ ദൈവകൃപയൊന്നും ഗുണമില്ല. ഒരു മനുഷ്യൻ ഒരു ദിവസം വില്ലേജ് ഓഫീസിലേക്ക് പോയി. വില്ലേജ് ഓഫീസിൽ ചെന്ന് അയാൾ ഒരു ലോണിന് അപേക്ഷ കൊടുത്തു. അങ്ങനെ അയാൾ അപേക്ഷ കൊടുത്തു. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ ലോൺ സാങ്ഷനാണ്, പാസ്സായിരിക്കും. അയാളുടെ പേരിൽ നിന്ന് ഈ ലോൺ വില്ലേജ് ഓഫീസിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അയാൾ വീട്ടിലാണ്. അയാൾക്ക് ലോൺ പാസ്സായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ആ ലോൺ നേടിയെടുക്കണമെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് എഴുതേക്കണം, ആവശ്യമുള്ള രേഖകളുമായി വില്ലേജ് ഓഫീസിലേക്ക് പോകണം, അവിടെ ചെന്ന് രേഖകൾ ഹാജരാക്കി അത് നേടിയെടുക്കണം. ഇത് തന്നെയാണ് ദൈവകൃപ. ഇവിടെ നമ്മൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവകൃപ കിട്ടും, സത്യമാണ്. പക്ഷേ ആ ദൈവകൃപ കിട്ടിയതുകൊണ്ട്, ആ ദൈവകൃപ സാങ്ഷനായതുകൊണ്ട് ഒന്നും നടക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ പരിശ്രമത്താൽ അത് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ ഇവിടെ ഈ അൽത്താരയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊടുക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അത്ര മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ, അത്ര മാത്രമേ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഇതിൽ മാത്രം ഉപദേശിക്കാനുള്ള പ്രാണിയൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങളോടൊപ്പം പഠിച്ചത് തന്നെയാണ്. അതിൽ മാത്രമുള്ള അനുഭവം ഞാനൊന്നും എനിക്കുമില്ല. എങ്കിലും എന്റെ അറിവില്ലായ്മയെ സംസാരിക്കട്ടെ. ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് കരുതിക്കൊള്ളുക. മൂന്നേ കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അത് ഉപദേശമല്ല, ആശംസയാണ്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ഈ മൂന്ന് കാര്യങ്ങളല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ജീവിക്കുക. ഏത് സാഹചര്യത്തിലും എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ജീവിക്കുക. രണ്ട്, മനുഷ്യനായി ജീവിക്കുക. മനുഷ്യത്വത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ പഠിക്കുക. മൂന്ന്, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നൽകാനുള്ള ആശംസ ഇവരെയുള്ളൂ. ദൈവത്തെ ആശ്രയിച്ച് മനുഷ്യനായി മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവമായിരുന്നു, പക്ഷെ ദൈവവുമായ സമാനത നിലനിൽക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകെയും മനുഷ്യനെ പോലെ കണ്ടപ്പെട്ടു. ദൈവം ആഗ്രഹിച്ചത് മനുഷ്യനാകാനാണ്, ദൈവമായിരിക്കുന്നതും മനുഷ്യനാണ്. ആ ദൈവം ഇത് നിങ്ങളോട് പറയുന്നത് ഇത്ര തന്നെ, മനുഷ്യനായി ജീവിക്കുക. ദാരിദ്ര്യം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ വേദനയോ ബുദ്ധിമുട്ടോ എന്താണെന്ന് മനസ്സിലാക്കാനല്ല. എന്തുകൊണ്ടും അനുസരണത്വം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളവരോട് ഒന്ന് മാന്യമായി സംസാരിക്കാനോ പൊട്ടിത്തെറിക്കാതെ സംസാരിക്കാനോ അറിയില്ല. എന്തുകൊണ്ടും ബ്രഹ്മചര്യം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ കുടുംബത്തിലുള്ളവരുടെ പ്രശ്നങ്ങളോ കുടുംബാംഗങ്ങളുടെ വേദനയോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടും ഏത് ഘട്ടം സ്വീകരിച്ചാലും മനുഷ്യനായി ജീവിക്കുക. വിശുദ്ധനാകാൻ നിങ്ങൾ ശ്രമിക്കില്ല, സന്യാസിയാകാൻ